ആത്മകഥ സംബന്ധിച്ച വാർത്തകൾ തള്ളി മുൻ LDF കൺവീനർ EP ജയരാജൻ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനയാണ് വാർത്തയ്ക്ക് പിന്നിലെന്നും EP ജയരാജൻ. ആത്മകഥ പൂർത്തിയായിട്ടില്ലെന്നും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ DC ബുക്സിനെ ഏൽപ്പിച്ചിട്ടില്ലെന്നും EP ജയരാജൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പുസ്തകത്തിൽ പരാമർശിക്കുന്നു എന്ന വാർത്തകളും EP തള്ളി. സരിന്റെ സ്ഥാനാർത്ഥിത്വം പുതിയ വിഷയമാണ്. തന്റെ ആത്മകഥയിലുള്ളത് പഴയ കാര്യങ്ങളാണെന്നും EP ജയരാജൻ പറഞ്ഞു. ആത്മകഥയായി ബന്ധപ്പെട്ടിട്ടൊരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? എന്റെ ആത്മകഥ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഇത് തികച്ചും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണിത്. ഞാനിത് DC ബുക്സുകാരെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെയും പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. മാതൃഭൂമിയിൽ നിന്ന് എന്നോട് ഇത് പ്രസിദ്ധീകരിക്കാൻ അനുവാദം ചോദിച്ചിരിക്കുകയാണ്, അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ബോധപൂർവമായി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഇതിന്റെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ചില നീക്കമുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വരുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണിത്. ഈ സരിൻ വിഷയമൊക്കെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ടോ? ഞാൻ പരാമർശിച്ചിട്ടില്ല, ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതൊന്നും. അതിന് ഇപ്പോഴത്തെ കഥയല്ലേ, ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന പഴയ ചരിത്രങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിഖിലെ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, ആത്മകഥ പൂർത്തിയായിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് EP ജയരാജൻ പറയുന്നത്. എത്തരത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം പുറത്തു വരുന്നത്? ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലുള്ള ആത്മകഥ ഉടൻ പുറത്തിറങ്ങുന്നു എന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് DC ബുക്സ് ഒരു പരസ്യം അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ ചില മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നു. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് EP ജയരാജന്റെ ആത്മകഥ എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ EP ജയരാജനോട് പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് ന്യൂസ് മലയാളത്തോട് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. തന്റെ ആത്മകഥ എഴുതി പൂർത്തിയായിട്ടില്ല, മാത്രമല്ല ഇക്കാര്യം പ്രസിദ്ധീകരിക്കാൻ DC ബുക്സിനെ താൻ ഏൽപ്പിച്ചിട്ടുമില്ല. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി പുറത്തു വന്ന കാര്യങ്ങളാണ്. സരിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള പുതുതായി നടക്കുന്ന ഒരു വിഷയവും താൻ അക്കാര്യത്തിൽ പരാമർശിക്കുന്നില്ല, അങ്ങനെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാണ് EP ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം EP ജയരാജൻ നടത്തിയ ഒരു പരാമർശമുണ്ടാക്കിയ വിവാദങ്ങൾ വലിയ വിവാദമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ LDF കൺവീനർ സ്ഥാനം പോലും നഷ്ടമാകുന്നതിലേക്ക് എത്തിച്ച കാര്യങ്ങളാണ്. സമാനമായ രീതിയിൽ ഇന്ന് മറ്റൊരു വോട്ടെടുപ്പ് ദിനത്തിൽ EP ജയരാജനെ കേന്ദ്രീകരിച്ച് ഇത്തരമൊരു വാർത്ത വരുമ്പോൾ അത് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം അങ്ങനെ ഒരു സംഭവമില്ല. തന്റെ ആത്മകഥയിൽ താൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ പ്രസ്ഥാനത്തെ കുറിച്ച് പോലും അധികം പറയാത്ത രീതിയിലുള്ളതാണ് എന്ന ഉള്ളടക്കത്തോടു കൂടിയാണ് EP-യുടെ ആത്മകഥ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ചില വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ എന്ന രീതിയിലുള്ള അത്തരം വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം പോകാൻ സാധിക്കും. പക്ഷേ നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. സരിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒന്നും തന്നെ താൻ ആ ആത്മകഥയിൽ പറയുന്നില്ല. ഇത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുള്ളതായിട്ടൊക്കെയാണ് വിവരങ്ങൾ വരുന്നത്. നമുക്കിതിന്റെ വസ്തുത അറിയില്ല. അതായത് ഈ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നൊക്കെയുള്ള തരത്തിൽ ഇതിൽ പരാമർശമുണ്ട് എന്നൊക്കെയാണ് വിവരങ്ങൾ വരുന്നത്. ഇതൊക്കെ വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന് തന്നെയാണോ EP ജയരാജൻ പറയുന്നത്? ഉള്ളടക്കത്തിന്റെ ഒരു രൂപം നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ കിട്ടുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഏതായാലും പോകേണ്ടതുണ്ട്. EP നിലവിൽ പറയുന്നത് തന്റെ ആത്മകഥ എഴുതി പൂർത്തിയായിട്ടില്ല, അത് പ്രസിദ്ധീകരിക്കുന്ന ഘട്ടം എത്തിയിട്ടില്ല. മാത്രമല്ല ഇന്നിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ താൻ വിമർശിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ എഴുതുന്നില്ല, എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും ആ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് EP ജയരാജൻ അതിൽ പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഉള്ളടക്കത്തിന്റെ ഒരു ഭാഗം വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയിലേക്കുള്ള യാത്ര എന്ന ഒരു തലക്കെട്ടിൽ EP എഴുതിയ
ആ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ, നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നതിലെ ചില ഭാഗങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ ബാല്യം, സംഘർഷഭരിതമായ കൗമാരവും യൗവനവും, തുടർന്നുള്ള കാലം പൂർണ്ണമായും പൊതുപ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചു, തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തി, ജീവിതം തീർത്തും സുതാര്യമാണ്, പൊതുപ്രവർത്തനത്തെ ഒരിക്കലും വ്യക്തിപരമായ നേട്ടത്തിനോ കുടുംബകാര്യത്തിനോ ഉപയോഗിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് EP ഇത് എഴുതി വെക്കുന്നത്. ഏതായാലും അതിന്റെ അദ്ദേഹത്തിന്റെ ജീവിതം, എങ്ങനെ അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലുള്ള വിമർശനങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത ഏതായാലും വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ കോപ്പി നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ കട്ടൻ ചായയും പരിപ്പുവടയും വലിയ വിവാദമാവുകയാണ് ഈ ഘട്ടത്തിൽ. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഇതിലില്ല, അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, DC ബുക്സിനെ ഏൽപ്പിച്ചിട്ടില്ല, മാതൃഭൂമിയുമായി ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ടേ ഉള്ളൂ എന്നൊക്കെയുള്ളതാണ് EP ജയരാജൻ ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചന മാത്രമാണ് എന്നുള്ളതാണ് EP ജയരാജന്റെ ഈ ഘട്ടത്തിലെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഈ ഉള്ളടക്കം ലഭിച്ചതിന് ശേഷം മനസ്സിലാകും എന്നുള്ളതൊക്കെയാണ് കരുതുന്നത്. നിഖിൽ തുടരുന്നുണ്ട്. നിഖിൽ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ്? ഇത്തരത്തിൽ ഇതൊരു വലിയ വിവാദത്തിലേക്ക് വഴിവെക്കുന്നൊരു സാഹചര്യമുണ്ടല്ലോ, അതിന്റെ ഉറവിടം എന്താണ് പറയുന്നത്? ആ ഉറവിടം ഏതാണെന്ന് കണ്ടെത്തണമെന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. കാരണം താൻ എഴുതി പൂർത്തിയാകാത്ത ഒരു ആത്മകഥയാണ്. അതിൽ താൻ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ വരുന്നത്. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ദിവസം താൻ പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് വാർത്ത വരുന്നത് എന്നാണ് EP ജയരാജൻ പറയുന്നത്. എന്തായാലും എന്തൊക്കെയാണ് അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് ഏതായാലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏകദേശം കുറച്ചധികം പേജുകൾ തന്നെയുള്ള ആത്മകഥയുടെ വിശദാംശങ്ങളുടെ കോപ്പി ഏതായാലും നമ്മുടെ കയ്യിലുണ്ട്. അത് നോക്കിയതിന് ശേഷം നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതാവും നല്ലത്. ഈ ഗൂഢാലോചനയാണ് ഇത് എന്ന കാര്യമാണ് EP ഇപ്പോൾ ഏതായാലും ഈ വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആദ്യ പ്രതികരണമായി ന്യൂസ് മലയാളത്തോട് നടത്തുന്നത്. തന്റെ ആത്മകഥയിൽ പറഞ്ഞ കാര്യങ്ങളല്ല വാർത്തയിൽ വരുന്നത് എന്നും ഈ വരുന്ന കാര്യങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുകയാണ് EP ജയരാജൻ ഇപ്പോൾ ചെയ്യുന്നത്. ശരി നിഖിൽ, തുടരുക. ഇപ്പോൾ EP ജയരാജൻ നമ്മളോട് പ്രതികരിച്ചത് ഒരു തവണ കൂടി കേട്ടിട്ട് വരാം. ആത്മകഥയായി ബന്ധപ്പെട്ടിട്ടൊരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? എന്റെ ആത്മകഥ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഇത് തികച്ചും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണിത്. ഞാനിത് DC ബുക്സുകാരെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെയും പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. മാതൃഭൂമിയിൽ നിന്ന് എന്നോട് ഇത് പ്രസിദ്ധീകരിക്കാൻ അനുവാദം ചോദിച്ചിരിക്കുകയാണ്. അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ബോധപൂർവമായി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഇതിന്റെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ചില നീക്കമുണ്ട്. അത് പ്രത്യേകിച്ച് ചേരായിട്ട് ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വരുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണിത്. ഈ സരിൻ വിഷയമൊക്കെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ടോ? ഞാൻ പരാമർശിച്ചിട്ടില്ല, ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതൊന്നും. അതിന് ഇപ്പോഴത്തെ കഥയല്ലേ, ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന പഴയ ചരിത്രങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി ശരി. ഓക്കെ. നിഖിൽ തുടരുന്നുണ്ട്. പഴയ ചരിത്രങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് EP ജയരാജൻ പറഞ്ഞത്. നിഖിൽ, ഈ EP ജയരാജൻ ആരെങ്കിലും അത്തരത്തിൽ എവിടെ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഒരു വിവാദം വരുന്നത്, എത്തരത്തിലാണ് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് എന്നതൊക്കെയുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ എന്തെങ്കിലും സംശയമുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും EP പറഞ്ഞോ? എന്തായാലും കട്ടൻ ചായയും പരിപ്പോടും ഇപ്പോൾ വലിയ വിവാദത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഘട്ടത്തിൽ വരുന്ന വിവാദങ്ങൾക്കാണ് EP ജയരാജൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. ആ വിവാദങ്ങളെല്ലാം EP ജയരാജൻ തള്ളിക്കളയുകയാണ്. ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് അതിൽ അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളുമില്ല. അത് DC ബുക്സിനെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. ഈ പ്രസിദ്ധീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ബുക്കിൻ്റെ എഴുത്ത് പൂർണ്ണമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള വെറും
തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, ഗൂഢാലോചനയാണ് വാർത്തയ്ക്ക് പിന്നിൽ എന്നൊക്കെയുള്ളതാണ് ഇ പി ജയരാജന്റെ ഈ ഘട്ടത്തിലെ നിലപാട്.